നമസ്കാരം. നെബോഷ് IG2 റിസ്ക് അസസ്മെൻറ്റിനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് അജീഷ്. വെൽക്കം ടു മൈ ചാനൽ QHSC നോളജ് വേൾഡ്. ഇന്ന് നമ്മൾ IG2 റിസ്ക് അസസ്മെൻറ്റിൻ്റെ പാർട്ട് 2 ആയ എങ്ങനെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. റിസ്ക് അസസ്മെൻറ്റിന് നിങ്ങൾ പ്രധാനമായിട്ടും 5 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള 10 ഹസാർഡ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ 10 ഹസാർഡ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 5 കാറ്റഗറിയിൽ നിന്നും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നുള്ള 10 ഹസാർഡ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ കാണാം, നിങ്ങൾ IG1-ൽ പഠിച്ച എലമെൻറ്റ്സ് 5 മുതൽ 11 വരെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, 5ാമത്തെ കാറ്റഗറിയിൽ നോയ്സ്, വൈബ്രേഷൻ, റേഡിയേഷൻ, മെൻ്റൽ ഇൽനസ്, വയലൻസ് അറ്റ് വർക്ക്, സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്. സോ ഈ കാറ്റഗറി എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ കാറ്റഗറി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നോയ്സ് ആയാലും വൈബ്രേഷൻ ആയാലും റേഡിയേഷൻ ആയാലും. അപ്പോൾ നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ റിസ്ക് അസസ്മെൻറ്റ് നോയ്സ് റിലേറ്റഡ് ആയിരിക്കാം. ചിലപ്പോൾ അടുത്ത റിസ്ക് അസസ്മെൻറ്റ് നിങ്ങൾ ചെയ്തത് വൈബ്രേഷൻ ആണെങ്കിൽ ഇത് 2 പോയിൻറ്റ്സ് ആയിട്ട് കണക്കാക്കില്ല, 1 പോയിൻ്റായിട്ട് മാത്രമേ കണക്കാക്കാറുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം ഒരൊറ്റ ഹസാർഡ് കാറ്റഗറിയിലാണ് നെബോഷ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ IG1-ൽ നമ്മൾ പഠിച്ചതാണത്. ഇത് ഈ കാണുന്നതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരൊറ്റ എലമെൻറ്റിനകത്ത് ഉൾപ്പെടുത്തി. സെക്കൻഡ്, വർക്ക് റിലേറ്റഡ് അപ്പർ ലിം ഡിസോർഡേഴ്സ്, എർഗണോമിക്സ്, വർക്ക് സ്റ്റേഷൻ ഡിസൈൻ എക്സെട്ര, മാനുവൽ ഹാൻഡ്ലിംഗ്, ലോഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഹസാർഡ്സും കൂടി ഒരൊറ്റ കാറ്റഗറിയിലാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, ഹസാർഡസ് സബ്സ്റ്റൻസസ്, കെമിക്കൽ ഓർ ബയോളജിക്കൽ. ഹസാർഡസ് സബ്സ്റ്റൻസസ് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ്. അടുത്തത് ഹെൽത്ത്, വെൽഫെയർ ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്, വർക്കിംഗ് അറ്റ് ഹൈറ്റ്, confined spaces, lone working, trips and trips, movement of people and vehicle in workplace, work related driving. So ഇതെല്ലാം കൂടി ഒരൊറ്റ കാറ്റഗറി. നെക്സ്റ്റ്, വർക്ക് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി, ദെൻ ഫയർ ആൻഡ് ഫൈനലി ഇലക്ട്രിസിറ്റി. നിങ്ങൾ ഈ കാണുന്ന 7 കാറ്റഗറിയിൽ നിന്നും ഏതെങ്കിലും 5 കാറ്റഗറിയിലുള്ള ഹസാർഡ്സ് ആണ് ഞങ്ങൾ റിസ്ക് അസസ്മെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആദ്യം തന്നെ ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് അറൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓരോ സ്പെസിഫിക് ഏരിയയും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ആ ഏരിയയിൽ എന്തൊക്കെ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു, ഇതായിരിക്കണം നമ്മുടെ റിസ്ക് അസസ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്ത എൻ്റെ റിസ്ക് അസസ്മെൻറ്റ് ഫയൽ ഞാൻ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യാം. സോ ഇത് ആരും കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് ഉപയോഗിക്കുകയോ ചെയ്യരുത്. കാരണം ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നെബോഷിന് വളരെ വലിയൊരു ടീം തന്നെയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കോപ്പി പേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകുന്നതാണ്. സോ നിങ്ങൾക്ക് വീണ്ടും റീ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ക്യാഷ്, അതുപോലെ റെപ്യൂട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നമുക്ക് നഷ്ടപ്പെടും. സോ ഒരു കാരണവശാലും ഈ താഴെ കാണുന്ന വീഡിയോയിലുള്ള കണ്ടൻസ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ്, ഒരു റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ സബ്മിറ്റ് ചെയ്ത വർക്ക് ഫയൽ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റിസ്ക് അസസ്മെൻറ്റ് പേജിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർഗനൈസേഷൻ്റെ നെയിം, നിങ്ങൾ വിസിറ്റ് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണോ ആ ഓർഗനൈസേഷൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് അസസ്മെൻറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ അസസ് ചെയ്തത്, സ്കോപ്പ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. സോ എന്താണോ അവിടെ നടക്കുന്നത് ആ ഐറ്റംസ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, കമ്പനിയെ പറ്റിയുള്ള ജനറൽ ഡിസ്ക്രിപ്ഷൻ. സോ ഇവിടെ കൃത്യമായി ആ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി എഴുതുക. എന്നാൽ മാത്രമേ അസസറിനെ, സോ നിങ്ങളുടെ എക്സാമിനർ ആ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ഹസാർഡ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ എക്സാമിനറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണോ ആൾക്ക് കമ്പനിയെ പറ്റി ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ വളരെ കൃത്യമായി ആദ്യം തന്നെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ 6 കോളംസ് ഫിൽ ചെയ്യാനുണ്ടായിരിക്കും. ഒന്നാമത്തെ കോളത്തിൽ ഹസാർഡ് കാറ്റഗറി ആൻഡ് ഹസാർഡ്. രണ്ടാമത്തെ കോളം ഹൂ മൈറ്റ് ബി ഹാർംഡ് ആൻഡ് ഹൗ. തേർഡ്, വാട്ട് ആർ യു ഓൾറെഡി ഡൂയിങ്. Then what further control or actions are required. Then
time scale for the further actions to be completed. The last column is responsible persons job title. So ഓരോ കോളത്തിലും എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് കോളം ഹസാർഡ് കാറ്റഗറി ആൻഡ് ഹസാർഡ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IG1 പഠിച്ച 5 മുതൽ 11 വരെ എലമെൻസിൽ നിന്നുള്ള 5 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഹസാർഡ്സ് ആണ് നിങ്ങൾ ആദ്യം ഇവിടെ തന്നെ എഴുതേണ്ടത്. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നോയ്സ് ഓർ മെൻ്റൽ ഇൽ ഹെൽത്ത്. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹസാർഡ് കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കാര്യങ്ങളാണ് എഴുതേണ്ടത്, ഹസാർഡ് കാറ്റഗറി ആൻഡ് ഹസാർഡ്. സോ ഇതാണ് ഹസാർഡ് കാറ്റഗറി ആയി ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ഹസാർഡ് എന്ന് നോക്കാം. ഹൈ ഫ്രീക്വൻസി ഓഫ് നോയ്സ് വൈൽ യൂസിങ് മാർഷൽ ഹാമർ എക്യുപ്മെൻറ്റ്. സോ ഇത് ഞാനൊരു ലബോറട്ടറി മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ചെയ്ത ഒരു റിസ്ക് അസസ്മെൻ്റ് ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പി പേസ്റ്റോ അതുപോലെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സെൻറ്റൻസോ വേർഡോ ഒന്നും ആരും അതേപടി കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. സോ അപ്പോൾ ഇവിടെ നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഹസാർഡാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നമുക്ക് നോക്കാം. ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. ഈ ഒരു നോയ്സ് കൊണ്ട്, അതായത് ഹൈ ഫ്രീക്വൻസി ഓഫ് നോയ്സ് വൈൽ യൂസിങ് മാർഷൽ ഹാമർ എക്യുപ്മെൻറ്റ്, ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് കൊണ്ട് ആരൊക്കെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. സോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓൾ ടെക്നീഷ്യൻസ്, കസ്റ്റമേഴ്സ് ആൻഡ് അതർ വിസിറ്റിംഗ് ഫോർ വിറ്റ്നസിംഗ് ദ ടെസ്റ്റ്. അതായത് ഇതൊരു ലബോറട്ടറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ്. സോ ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആരാണോ ആ ടെക്നീഷ്യൻസ്, പിന്നെ കസ്റ്റമേഴ്സ് ആൻഡ് അതേഴ്സ് വിസിറ്റിംഗ് ഫോർ വിറ്റ്നസിംഗ് ദ ടെസ്റ്റ്. സോ ഇത് കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ക്ലയൻറ്റ് പോലുള്ള ആൾക്കാർ പല സമയത്തും ഈ ടെസ്റ്റുകൾ വിറ്റ്നസ് ചെയ്യാനായി ഇവിടെ വന്നേക്കാം. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെയും ഈ ഒരു സൗണ്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ മൈറ്റ് ബി ഹാം എന്നുള്ള കാര്യം ആദ്യം എഴുതി. സോ ദെൻ ഹൗ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ആ 2 ക്വസ്റ്റ്യനുള്ള ആൻസർ കൃത്യമായി നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കണം. ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത്. ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാൽ നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഹൈ ഫ്രീക്വൻസി ഓഫ് നോയ്സ് ഈസ് പ്രസന്റ് അറ്റ് asphalt lab while using Marshall hammer equipment. A metallic falling head of 4.5 kg weight is attached to the equipment is dropping down from a height of 457 mm to combat the asphalt core samples automatic machine. Each sample has to be compacted with a 150 blows which makes a high frequency of sound. എന്താണ് അവിടെ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? അതായത് ഈ പറയുന്ന തരത്തിൽ ഒരു മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ഫാളിംഗ് ഡിവൈസ് അതിൽ നിന്നും വീഴുന്നുണ്ട്. ഏകദേശം 150 ബ്ലോസ് ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുമൂലം ഹൈ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് അവിടെ പ്രസൻ്റ് ആണ്. ഇതാണ് ആ ഒരു ഹസാർഡ്. അപ്പോൾ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം. പെർമനൻറ്റ് ഓർ ലോങ് ടൈം ഹിയറിംഗ് ഓഫ് സച്ച് നോയ്സ് വിൽ ലീഡ് ടു ക്രോണിക് psychological and mental health effects like loss of hearing, stress, social isolation, fatigue and loss of concentration തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൗണ്ട് മൂലം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സൗണ്ട് മൂലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് 2 കോളംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ ആദ്യത്തെ ഹസാർഡ് കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ എന്തായിരുന്നോ ഹസാർഡ് പ്രസൻ്റ് ആയിരുന്നത് ആ ഹസാർഡ് നിങ്ങൾ ഇവിടെ എഴുതി. അതിനുശേഷം രണ്ടാമത്തെ കോളത്തിലേക്ക് ആരെയൊക്കെ ഇത് ബാധിക്കാം എന്നെഴുതി. അതിനുശേഷം എന്താണ് ആ ഹസാർഡ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ആ ഹസാർഡ് കൊണ്ട് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകാം എന്നുള്ള കാര്യവും ഇവിടെ കൊടുത്തു. ആദ്യത്തെ 2 കോളംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ കോളം, വാട്ട് ആർ യു ഓൾറെഡി ഡൂയിങ്. മൂന്നാമത്തെ കോളവും നാലാമത്തെ കോളവും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. സോ വാട്ട് ആർ യു ഓൾറെഡി ഡൂയിങ്, വാട്ട് ഫർദർ കൺട്രോൾ ആക്ഷൻസ് ആർ റിക്വയർഡ്. ഇവിടെ നിങ്ങളുടെ അനലൈസിങ് പവർ ആണ് നെബോഷ് പ്രധാനമായും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ആ ഒരു നിങ്ങൾ കണ്ടെത്തിയ ഹസാർഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആക്ഷൻസ് നമുക്ക് എടുക്കാം. സോ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അനലൈസ് ചെയ്യുന്നു എന്നാണ് നെബോഷ് ഈ 2 പാർട്ടിലൂടെ, ഈ 2 കോളംസിലൂടെ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ അവിടെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ 2 പോയിൻ്റാണ് എഴുതിയിരിക്കുന്നത് ഓൾറെഡി യൂസ് ചെയ്യുന്നത്. ടെക്നീഷ്യൻസ് യൂസ് എ നോർമൽ ഇയർ പ്ലഗ് വിച്ച് പ്രൊവൈഡ്സ് എ ലോവർ ലെവൽ പ്രൊട്ടക്ഷൻ. ഹവർ they may not be suitable for higher levels of noise which the room
already had. Entry has been restricted. Authorized persons only display board is available at door. So രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ ടെക്നീഷ്യൻസ് ഒരു നോർമൽ ഇയർ പ്ലഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് സഫീഷ്യൻ്റ് അല്ല. ഈ ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് അല്ല എന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് പോയിൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തത്, എൻട്രി ഹാസ് ബീൻ റെസ്ട്രിക്റ്റഡ്, അതായത് ആ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള എൻട്രി ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അൺഓതറൈസ്ഡ് എൻട്രി അവിടെ അനുവദിക്കുന്നതല്ല. സോ അതും ഈ രണ്ട് കൺട്രോൾ മെഷേഴ്സാണ് ഇപ്പോൾ അവർ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കൺട്രോൾ മെഷേഴ്സ് എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോ വാട്ട് ഫർദർ കൺട്രോൾ ആക്ഷൻസ് ആർ റിക്വയർഡ്, എന്തൊക്കെയാണ് റിക്വയർഡ് അതർ കൺട്രോൾ ആക്ഷൻസ് എന്നാണ് ഞാൻ മൂന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാനൊരു 8 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഫർദർ ആക്ഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ലോയെ ബേസ് ചെയ്തിട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തതുപോലെ ILO അതുപോലുള്ള ഏതെങ്കിലും ഒരു ലോയെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതോടൊപ്പം ലോജിക്കലും ആയിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും നോക്കേണ്ടത്, കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെന്നോ, അതുപോലെ അതായത് ആ ഒരു കമ്പനിയുടെ HSE ഫണ്ട് അലോക്കേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫർദർ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ രണ്ട് കോളങ്ങളിൽ നോക്കിയാൽ ഈ ഒരു ഹസാർഡിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നിലവിൽ അവിടെ ഉള്ളത് എന്നാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നിങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥാപനത്തിൽ ആൾറെഡി സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് അവർ എടുത്തിട്ടുണ്ട് എങ്കിൽ വാട്ട് ആർ യു ആൾറെഡി ഡൂയിങ് എന്നുള്ള കോളത്തിലായിരിക്കും കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ എഴുതേണ്ടത്. അതല്ല, മറിച്ച് വളരെ കുറച്ച് പ്രിക്കോഷൻസ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്നാണ് നിങ്ങളുടെ കണ്ടെത്തലെങ്കിൽ നാലാമത്തെ കോളത്തിലായിരിക്കും കൂടുതൽ പോയിന്റ്സ് വരേണ്ടത്. ഇതിൽ ഓരോന്നിലും എത്ര പോയിന്റ്സ് വേണം എന്ന് നബോഷ് പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് വേണമെങ്കിലും എഴുതാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഹസാർഡിനെ പ്രിവെന്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ എഴുതേണ്ടതെന്ന് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു 4 കോളത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ആൾറെഡി ഡൂയിങ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് ഒരു 8 പോയിന്റ്സും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് കോളം, ടൈം സ്കെയിൽ ഫോർ ഫർദർ ആക്ഷൻസ്. നാലാമത്തെ കോളത്തിൽ നിങ്ങൾ എഴുതിയ ഫർദർ കൺട്രോൾ മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം നിങ്ങൾ നൽകുന്നു. ടൈം സ്കെയിൽ നൽകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റീസണബിൾ ആയിട്ടുള്ള ടൈം സ്കെയിൽ തന്നെയായിരിക്കണം നൽകേണ്ടത്. മാത്രമല്ല ലോജിക്കലും ആയിരിക്കണം. ആ ടൈം സ്കെയിലിനുള്ളിൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ടൈം സ്കെയിൽ കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ ഒരു 3 months ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഐസൊലേറ്റ് ആൻഡ് കവർ അപ്പ് ദ എക്യുപ്മെൻറ്റ് വിത്ത് എ ഹുഡ് മെയ്ഡ് ഓഫ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ. സോ 3 months ഞാനിവിടെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് ഒരു സപ്ലയറെ കണ്ടുപിടിക്കേണ്ടി വരും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പറയുന്ന സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കണം. സോ അത് ലാബ് സൂപ്പർവൈസർ ലബോറട്ടറി മാനേജർക്ക് കൈമാറിയതിനു ശേഷം അത് അപ്രൂവായി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവരൊരു സപ്ലയറെ കണ്ടുപിടിച്ച് ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്ത് അവിടെ നിന്നും ഇവിടെ എത്തി ഇൻസ്റ്റോൾ ചെയ്യുന്നത് വരെയുള്ള ടൈം ഫ്രെയിമാണ് ഞാൻ 3 months ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എഴുതുന്ന ഓരോ ടൈം ലിമിറ്റിനും അതിന് റീസണബിൾ ആയിരിക്കണം. അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുക്കുകയും വേണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലോജിക്കലായിരിക്കണം. അതനുസരിച്ചിട്ട് വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക, അതനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം സ്കെയിൽ കൊടുക്കാൻ പാടുള്ളൂ. സോ ഓരോ പോയിന്റിനും നിങ്ങൾ ടൈം ലിമിറ്റ് കൊടുക്കണം. നിങ്ങളിവിടെ എത്ര പോയിന്റ് എഴുതിയോ ആ ഓരോ പോയിന്റിനും ടൈം ലിമിറ്റ് കൊടുത്തിരിക്കണം. ഇവിടെ ഞാൻ 8 പോയിന്റ് എഴുതിയിട്ടുണ്ട്. സോ ഓരോന്നിനും ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ആഴ്ചയ്ക്കുള്ളിൽ, എത്ര ദിവസത്തിനുള്ളിൽ. അത് ഇവിടെ ഞാൻ 2 days ഒക്കെ എഴുതിയിട്ടുണ്ട്. ഷഫിൾ ദ ഡ്യൂട്ടി ഓർ ലിമിറ്റ് ദ ഷിഫ്റ്റ് ഓഫ് ടെക്നീഷ്യൻസ് ഇൻവോൾവ് ഇൻ ദ ടെസ്റ്റിംഗ്. സോ ഇത് ഡ്യൂട്ടി ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ഒരു ഹിയറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻ കൊടുത്തിരുന്നു. സോ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ 2 days ആണ് കൊടുത്തത്. സോ അതൊരു മെമ്മോയിലൂടെയോ മറ്റോ അവർക്കത് കൺവേ ചെയ്യാവുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു കോളം എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലാസ്റ്റ് കോളം, റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ജോബ് ടൈറ്റിൽ. നിങ്ങൾ വിസിറ്റ് ചെയ്ത കമ്പനിയിലെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുമായിട്ട് നിങ്ങൾ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ആരായിരിക്കും ഈ ഓരോ പോയിന്റും ആ ഒരു കമ്പനിയിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ.
സോ അതിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എഴുതണമെന്നില്ല. പക്ഷേ പലരാണ് ആ ഒരു കാര്യത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എങ്കിൽ ഓരോ പോയിന്റിനും നിങ്ങൾക്ക് വേറെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കൺസോൾട്ടേറ്റ് ആയിട്ട് ഓവറാൾ ഇപ്പോൾ ആക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്ഷൻ 1 to 6 and 8 ലബോറട്ടറി മാനേജർ. സോ ഇതിൽ 1 മുതൽ 6 വരെയും പിന്നെ 8ാമത്തത് ഇത്രയും കാര്യങ്ങൾ ലബോറട്ടറി മാനേജറാണ് അതിന് റെസ്പോൺസിബിൾ. സോ അത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 6ാമത്തെ പോയിന്റിന് ലാബ് സൂപ്പർവൈസറുമാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. സോ ഇത് രണ്ടുമാണ് ഞാനിവിടെ ഇപ്പോൾ 8 പോയിന്റ്സിൽ എല്ലാ പോയിന്റ്സും കവർ ആയിട്ടുണ്ടോ, അതായത് 1 to 6 and 8 ലബോറട്ടറി മാനേജർ, ദെൻ 6 ലാബ് സൂപ്പർവൈസർ. സോ ഈ ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത 8 പോയിന്റ്സും കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ടൈം സ്കെയിൽ കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹസാർഡ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഹസാർഡസ് സബ്സ്റ്റൻസ്. സോ അടുത്ത കാറ്റഗറിയിലുള്ള ഹസാർഡസ് സബ്സ്റ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. യൂസ് ഓഫ് കെമിക്കൽ ട്രൈക്ലോറോ എത്തിലീൻ ലിക്വിഡ്. സോ ഒരു ലിക്വിഡ് ഒരു കെമിക്കൽ ആ ലബോറട്ടറിയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ആ ലബോറട്ടറി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 14 പോയിന്റ്സ് എനിക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അതായത് വാട്ട് ദേ ആർ ഓൾറെഡി ഡൂയിങ് എന്നുള്ള കോളത്തിലാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. സോ ഓൾറെഡി ഈ ഒരു ഹസാർഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്നും ഉണ്ട്. നെക്സ്റ്റ് കോളം വാട്ട് ഫർദർ കൺട്രോൾ മെഷേഴ്സ് ആർ റിക്വയർഡ്. അവിടെ ഒരു പോയിന്റും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സ് അവർ ഇംപ്ലിമെൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നെക്സ്റ്റ് കോളം ബ്ലാങ്ക് ആയിരുന്നു. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ കൂടി ഒരു കോളവും ബ്ലാങ്ക് ആയിട്ട് വിടരുത്. കാര്യം അത് ഈ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയയെ ബാധിക്കുന്നതാണ്. എല്ലാ കോളംസും ഫിൽ ആയിരിക്കണം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ഇതിൽ വെൽ മെയിൻറ്റൈൻഡ് സിസ്റ്റം, നോ ഫർദർ ആക്ഷൻസ് റിക്വയർഡ്. സോ ഓൾറെഡി ദേ ആർ ഫോളോയിങ് വെരി വെൽ മെയിൻറ്റൈൻഡ് സിസ്റ്റം. സോ നോ ഫർദർ ആക്ഷൻസ് ആർ റിക്വയർഡ് എന്ന് ഞാനിവിടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഒരു ടൈം സ്കെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, റെസ്പോൺസിബിൾ പേഴ്സൻ്റെ പേരും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അത് ബ്ലാങ്കായി ഇടരുത്. ഇവിടെ N/A നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് എഴുതിയിരിക്കണം, കൃത്യമായിട്ട് എഴുതിയിരിക്കണം, വിട്ടുപോകരുത്, കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഈ ഒരു ചെറിയൊരു വേർഡ് പോലും വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷന് ഫെയിൽ ആവുന്നതാണ്. അതുപോലെ ഹസാർഡ്സ് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നുള്ള, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നുള്ള 10 ഹസാർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ 10 എണ്ണം മാത്രം എഴുതാതെ ഒരു 12 or 13 ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നുള്ള 12 or 13 ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാർഡ് എഴുതിയത് തെറ്റുകയോ അല്ലെങ്കിൽ നെഗോഷ്യൻ അക്സെപ്റ്റബിൾ അല്ല എന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് 1 or 2 അഡീഷണൽ എഴുതിയാൽ നമുക്ക് ആ ഒരു 10 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് പാർട്ട് 3യിൽ നമുക്ക് റിസ്ക് അസസ്മെൻ്റ് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത്. സോ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ചെക്ക് ലിസ്റ്റിലേക്ക് പോവുക. ചെക്ക് ലിസ്റ്റിൽ പോയിട്ട് റിസ്ക് അസസ്മെൻറ്റ് പാർട്ട് 2യിലെ മിനിമം 10 ഹസാർഡ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ടിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ റെഫറൻസ് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് ഐഡൻറ്റിഫൈ ഹസാർഡ്സ് ആർ ടേക്കൺ ഫ്രം അറ്റ്ലീസ്റ്റ് 5 ഹസാർഡ് കാറ്റഗറീസ്. 5 ഹസാർഡ് കാറ്റഗറീസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ടിക്ക് ചെയ്യുക. ഈച്ച് കോളംസ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് ടേബിൾ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഫോർ ഈച്ച് ഐഡൻറ്റിഫൈഡ് ഹസാർഡ്. ആ കോളം എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. ഒരു കോളം പോലും നിങ്ങൾ ഫില്ല് ചെയ്യാതെ വിട്ടിട്ടില്ല എന്ന് വീണ്ടും ഒന്നുകൂടി ഉറപ്പുവരുത്തുക. പാർട്ട് 2 റിസ്ക് അസസ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം, പാർട്ട് 3. പാർട്ട് 3 എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് 3 ആക്ഷൻസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ സെലക്ഷൻ. അതായത് നിങ്ങൾ ഇപ്പോൾ 10 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആ ഓരോ ഹസാർഡ്സിനും നിങ്ങൾ ഏകദേശം കൺട്രോൾ മെഷേഴ്സ്, അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കൺട്രോൾ മെഷേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഈ പാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഹസാർഡിൽ ഏറ്റവും അത്യാവശ്യമായി ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നോ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നോ സെലക്ട് ചെയ്യാം. പാർട്ട് 3യിലെ ഫസ്റ്റ് പോയിന്റ് എന്നാൽ നിങ്ങൾ അസസ് ചെയ്ത
ഓർഗനൈസേഷൻ്റെ ഓവറാൾ മോറൽ, ജനറൽ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ആർഗ്യുമെന്റ് നിങ്ങളുടെ റിസ്ക് അസസ്മെന്റിനെ ബേസ് ചെയ്ത് എഴുതുക. സോ ഇവിടെ നിങ്ങളുടെ ഓരോ പോയിന്റ്സും വെച്ചല്ല, മറിച്ച് നിങ്ങളുടെ എൻറ്റയർ ഒബ്സർവേഷൻ്റെ ഓവറാൾ ആർഗ്യുമെന്റ്സ് ആണ് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മോറൽ, ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ ആർഗ്യുമെന്റ്. ജനറൽ ആണ്. സോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോന്നിനെയും നിങ്ങൾ എങ്ങനെയാണ് മോറലി, ലീഗലി, ഫിനാൻഷ്യലി ആർഗ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. ഓൾറെഡി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1, ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ അസസ് ചെയ്ത റിസ്ക് അസസ്മെൻറ്റിൽ നിന്നുള്ള 3 ആക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആക്ഷൻസിൽ ഒന്നാമത്തെ ആക്ഷൻ നിങ്ങൾ ഇവിടെ എഴുതുക. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾ എ കോൺവെക്സ് മിറർ അറ്റ് ദ എൻട്രൻസ് ബ്ലൈൻഡ് സ്പോട്ട് ഫോർ ക്ലിയർ വിസിബിലിറ്റി. ഹസാർഡ് കാറ്റഗറി മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾ, പീപ്പിൾ ആൻഡ് വെഹിക്കിൾ. ഞാൻ കണ്ടെത്തിയ ഒരു ഹസാർഡ് കാറ്റഗറിയിലെ ഒരു പോയിന്റ് ആയിരുന്നു പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾ എ കോൺവെക്സ് മിറർ. സോ ആ ഒരു ആക്ഷനെയാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആയി കണ്ടത്. ഈ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയി ഞാൻ കണ്ട ആക്ഷൻ്റെ സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെൻ്റ് ആണ് നെക്സ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. അതായത് ആ ഒരു പർട്ടിക്കുലർ ആക്ഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിത് ഇൻ്റർനാഷണൽ ലേബർ ലോയുടെ R164 ഓക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് C150 സ്റ്റേറ്റ് ദാറ്റ് ഓൾ പ്രോസസ് അറ്റ് വർക്ക് പ്ലേസ് ഷാൾ ബി റീസണബിളി സേഫ്. സോ ILOയുടെ പബ്ലിക്കേഷനിൽ നിന്നാണ് ഞാൻ ആ ഒരു റെഫറൻസ് എടുത്തത്. ആ റെഫറൻസിൻ്റെ ലിങ്കും ഞാൻ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ബ്രിട്ടീഷ് വെബ്സൈറ്റിൻ്റെ INDG 199 എന്ന ഡോക്യുമെൻറ്റും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. സോ ലീഗൽ റിക്വയർമെൻറ്റ് എന്താണോ ആ ലീഗൽ റിക്വയർമെൻറ്റ് ഇൻ്റർനാഷണൽ ലോയുമായി ബന്ധപ്പെടുത്തി ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ആ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഗൽ ആർഗ്യുമെൻറ്റ്സ് എഴുതുമ്പോൾ നാഷണൽ ആയിട്ടുള്ള റൂൾസ് പരമാവധി ഒഴിവാക്കുക. ഇൻ്റർനാഷണൽ റൂൾസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം. സോ അത് എവിടെ നിന്നാണോ എടുത്തത് ആ ലിങ്കും ഇതോടൊപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോളം കൺസിഡറേഷൻ ഓഫ് ലൈക്ലിഹുഡ് ആൻഡ് സിവിയോറിറ്റി. സോ ഈ ഒരു പർട്ടിക്കുലർ ഹസാർഡിൻ്റെ ലൈക്ലിഹുഡും സിവിയോറിറ്റിയും അതാണ് നെക്സ്റ്റ് കോളത്തിൽ ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ സിവിയോറിറ്റിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ കൃത്യമായി എഴുതി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈക്ലിഹുഡ് ഓഫ് ആക്സിഡൻറ്റ് അറ്റ് ദ ബ്ലൈൻഡ് സ്പോട്ട് ഈസ് വെരി ലൈക്ലി ആസ് ദ വെഹിക്കിൾസ് ആർ കമ്മിങ് ഓപ്പോസിറ്റ് സൈഡ് അൺഎബിൾ ടു സീ ഈച്ച് അതർ ആൻഡ് ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആർ ഓൾവേസ് പ്രസൻറ്റ്. സോ ഇത് എന്താണോ ആ ഒരു പർട്ടിക്കുലർ ആക്ഷന് ആ ഒരു പർട്ടിക്കുലർ ഹസാർഡിൻ്റെ ലൈക്ലിഹുഡ്, പിന്നെ അതിൻ്റെ സിവിയോറിറ്റി എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. ഈ ഒരു പർട്ടിക്കുലർ ഹസാർഡ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നും ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നും താഴെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതാണ്. അതായിരിക്കണം കൺസിഡറേഷൻ ഓഫ് ലൈക്ലിഹുഡ് ആൻഡ് സിവിയോറിറ്റി. ദെൻ ഹൗ എഫക്റ്റീവ് ദ ആക്ഷൻ ഈസ് ലൈക്ലി ടു ബി ഇൻ കൺട്രോളിംഗ് ദ റിസ്ക്. This should include the intended impact of the action, justification of time scale that you indicated in your risk assessment, and whether you think the action will fully control the risk. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം 1, 2, 3 പോയിന്റ്സ് ഇവിടെ ഡോട്ടഡ് പോയിന്റ്സ് ആയി കൊടുത്തിട്ടുണ്ട്. സോ 3 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാൽ നമ്മൾ ഫെയിലാകും. സോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും നിങ്ങൾ ഓരോ പാരഗ്രാഫായി ചെറിയ സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫായി 3 പോയിന്റിനും ആൻസർ നൽകുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത ആക്ഷൻസിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. ഇൻറ്റൻഡഡ് ഇമ്പാക്റ്റ് ഓഫ് ദ ആക്ഷൻ, നിങ്ങൾ എടുത്ത ആക്ഷൻ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ എഴുതുക. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ടൈം സ്കെയിൽ ദാറ്റ് യു ഹാവ് ഇൻഡിക്കേറ്റഡ് ഇൻ യുവർ റിസ്ക് അസസ്മെൻറ്റ്. എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പാർട്ട് 2-ൽ ഒരു ടൈം സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്ര ദിവസത്തിനകം ഈ ഒരു ഹസാർഡിനെ കൺട്രോൾ മെഷേഴ്സ് നിങ്ങൾ എടുത്തിരിക്കണം എന്നൊരു ടൈം സ്കെയിൽ കൊടുത്തായിരുന്നു. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കൊടുക്കണം ഫിക്സിങ്. ഞാൻ ഇൻറ്റൻഡഡ് ഇമ്പാക്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഫിക്സിങ് എ കോൺവെക്സ് മിറർ വുഡ് ബി എ ഗ്രേറ്റ് സൊല്യൂഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ആക്സിഡൻറ്റ് ഇൻ ദ ബ്ലൈൻഡ് സ്പോട്ട്. ഇറ്റ് ഹെൽപ്സ് to eliminate the hazards and assure the safety of vehicles and men. So രണ്ടാമത്തെ justification, I have given 1 month time limit for getting the approval from the department concerned for the purchase, finding the supplies and
ഫിക്സിങ് ദ മിറർ അറ്റ് ദ ഗേറ്റ്. സോ ഈ ഒരു പ്രോസസ്സിനെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ 1 month ടൈമാണ് കൊടുത്തിരുന്നത്. വെദർ യു തിങ്ക് ദ ആക്ഷൻ വിൽ ഫുള്ളി കൺട്രോൾ ദ റിസ്ക്, അതായത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത ആക്ഷൻ ഈ ഒരു റിസ്കിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജസ്റ്റിഫിക്കേഷനായി ഞാൻ കൊടുത്തത് ഡ്രൈവേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ് ക്യാൻ ഈസിലി വ്യൂ ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദസ് ദ പ്രോബബിലിറ്റി ഓഫ് ആക്ഷൻ വിൽ ബി വെരി ലെസ്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു റീസണായി കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ജസ്റ്റിഫിക്കേഷൻ പാർട്ട് 3യിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. സോ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് പറഞ്ഞത്. ഇതുപോലെ 3 ആക്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന 3 ആക്ഷൻസ് അത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നോ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നോ സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ സിവിയറിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഏതിനായിരിക്കുമോ കൂടുതൽ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ 3 ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും. ആ 3 ഹസാർഡ്സ് ജസ്റ്റിഫിക്കേഷൻ ആക്ഷൻ 1, ആക്ഷൻ 2, ആക്ഷൻ 3 എന്നീ 3 കോളങ്ങളിലായി നിങ്ങൾ 3 ആക്ഷൻ്റെയും സെലക്ട് ചെയ്ത് കൊടുക്കുക. 3 ആക്ഷൻ്റെയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് പാർട്ട് 3യിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതിനുശേഷം പാർട്ട് 3 നിങ്ങൾ എടുക്കുക. പ്രയോറിറ്റൈസ് 3 ആക്ഷൻസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഫോർ സെലക്ഷൻ. 3 ആക്ഷൻസ് ഹാവ് ബീൻ സെലക്റ്റഡ്. 3 ആക്ഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? മോറൽ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? 3ഉം നിങ്ങൾ എഴുതിയിരിക്കണം. മോറൽ ആർഗ്യുമെൻറ്റ്സ്, ലീഗൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ്. ഇത് 3ഉം കൃത്യമായി നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി കൺസിഡേർഡ് ഫോർ ഈച്ച് ആക്ഷൻ. ഓരോ ആക്ഷനും നിങ്ങൾ ലൈക്ലിഹുഡ്, സിവിയറിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്, സിവിയറിറ്റി ഏത് കാറ്റഗറിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ എഫക്റ്റീവ് ദ ആക്ഷൻ വിൽ ബി കൺട്രോളിംഗ് ദ റിസ്ക് ഫോർ ദ ആക്ഷൻ. സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് പാസ്സാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് റിവ്യൂ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ചെക്ക്. പ്ലാൻഡ് റിവ്യൂ ഡേറ്റ് പീരീഡ് വിത്ത് റീസൺസ്. ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് ഫോളോ അപ്പ് ഓഡിറ്റിലൂടെയാണ്. നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത പോയിന്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് സാധാരണയായി ഇത് നടത്താറുള്ളത്. നിങ്ങൾ എന്നാണോ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് വിത്ത് റീസൺസ് ഇവിടെ എഴുതുക. നിങ്ങൾ നൽകിയിട്ടുള്ള മാക്സിമം ടൈം ലിമിറ്റ് എത്രയാണോ അതിനുശേഷമുള്ള ഡേറ്റ് ആകണം ഫോളോ അപ്പ് ആയി കൊടുക്കേണ്ടത്. സോ ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ളത് 3 months. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഞാൻ ഒരു പോയിന്റിന് 3 months കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ 3 months കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് അതും ഒരു റീസണബിൾ ആയിട്ടുള്ള റിവ്യൂ ഡേറ്റ് വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. റിവ്യൂ ചെയ്ത ഡീറ്റെയിൽസ് നെബോഷിന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ന് റിവ്യൂ ചെയ്യും എന്ന് മാത്രം ഇവിടെ മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം റിവ്യൂ ചെയ്തതിന് ശേഷം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ള ഫോളോ അപ്പ് ഒന്നും നെബോഷിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആരുമായാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് അടുത്ത റോയിൽ എഴുതി. ഇത് പറയാൻ വിട്ടുപോയി. പ്ലാൻഡ് റിവ്യൂ ഡേറ്റ് വിത്ത് പീരീഡ് ആൻഡ് റീസൺ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ആസ് ദ കമ്പനി ഹാസ് അക്രഡിറ്റഡ് ടു ISO 17025 and ISO 9001 certified, they have planned for internal auditing every 6 months. The last internal audit was conducted in January 2021 and planned the next on July month. I therefore set review dates as per their internal audit schedule, that is July 2021. So ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രകാരം ഇൻറ്റേർണൽ ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ അവർ ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ് വരുന്ന സമയം ജൂലൈ 2021 ആണ്. തീർച്ചയായും അവർ ഈ ഒരു ഭാഗം കൂടി കൺസിഡർ ചെയ്യും ഇൻറ്റേർണൽ ഓഡിറ്റ് സമയത്ത്. സോ അതായിരിക്കും ഞാനും റിവ്യൂ ഡേറ്റ് ആയി കൊടുത്തിരിക്കും. നിങ്ങൾക്ക് നോക്കാം. ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് വിൽ ബി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഹൂ യു നീഡ് ടു ടെൽ. നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആരുമായാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്നാണ് അടുത്ത റോയിൽ എഴുതേണ്ടത്. സോ ഞാനിവിടെ ഇരിക്കുന്നത് I will arrange a meeting with the laboratory manager who is responsible for the health and safety. The complete observations and required additional control measures will be shared to the laboratory manager. One more copy will be provided to the lab supervisors to include the same in their next toolbox stock in order to get the attention of all employee. A summary of the risk assessment will be displayed on the notice board. So എങ്ങനെയായിരിക്കും ആ ഒരു ഫൈൻഡിങ്സ് അവരുമായി കമ്പനി ഒഫീഷ്യൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആരുമായാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കോളം ഹൗ യു വിൽ ഫോളോ അപ്പ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ് ടു ചെക്ക്.
the actions have been carried out. അവസാനമായി നിങ്ങൾ സജസ്റ്റ് ചെയ്ത ആക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തുമെന്നുള്ള കാര്യം എഴുതുക. സോ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, based on the time scale given, I will be setting reminders in my mobile phone and will follow up the laboratory manager regarding the status of additional control measures. I will send an email pertaining to the completion of the actions before 10 to 15 days. I will mark it one by one when it is completed within the time limit. If there is any specific reasons for not completing the control measures, that will also discussed and marked. Any delivery delays from the lab manager's side will be communicated to the top management via laboratory manager. So ഇതാണ് ഞാൻ എങ്ങനെയായിരിക്കും ഈ ഒരു ഫോളോ അപ്പ് ഓഡിറ്റ് അല്ലെങ്കിൽ അവരുടെ റിസ്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആക്ഷൻസ് അവരെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് നോക്കാം. റിയലിസ്റ്റിക് റിവ്യൂ ഡേറ്റ് ഗിവൺ. സോ നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂ ഡേറ്റ് റിയലിസ്റ്റിക് ആയിരിക്കും. റീസൺസ് ഫോർ റിവ്യൂ ഡേറ്റ് ഗിവൺ. സോ എന്തുകൊണ്ട് ആ ഒരു ഡേറ്റ് നിങ്ങൾ കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം റിയലിസ്റ്റിക് റിവ്യൂ ഡേറ്റ്. ഞാനത് 6 മന്താണ് കൊടുത്തിരുന്നത്, നെക്സ്റ്റ് ജൂലൈയിലാണ് കൊടുത്തിരുന്നത്. സോ എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡേറ്റ് കൊടുത്തു, റീസൺസ് ഫോർ റിവ്യൂ ഡേറ്റ്. സോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ഇൻറ്റേർണൽ ഓഡിറ്റ് നടക്കുന്നത് ഓരോ 6 മാസത്തിലുമാണ്. അടുത്ത ഇൻറ്റേർണൽ ഓഡിറ്റ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ജൂലൈയിലാണ്. അതുകൊണ്ട് ഞാനും റിവ്യൂ ഡേറ്റായി ജൂലൈ മന്ത് സെലക്ട് ചെയ്തു. സോ ഇൻഡിക്കേറ്റ് ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ് വിൽ ബി കമ്മ്യൂണിക്കേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയായിരിക്കും ആ ഒരു റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലബോറട്ടറി മാനേജറുമായി ഒരു മീറ്റിംഗ് നടത്തും. അവർക്ക് ഞാൻ കണ്ടെത്തിയ ഫൈൻഡിങ്സ് നൽകും. അതോടൊപ്പം ലബോറട്ടറി സൂപ്പർവൈസർക്ക് ഒരെണ്ണം കൊടുക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നോട്ടീസ് ബോർഡിലേക്കും ഒരെണ്ണം കൊടുക്കും എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻഡിക്കേറ്റ് ഹൂ ദ റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു. ആരുമായിട്ടായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലബോറട്ടറി മാനേജറെ മീറ്റ് ചെയ്യുന്നുണ്ട്. ലബോറട്ടറി മാനേജർക്കായിരിക്കും ഈ ഒരു ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ് ഹൗ യു വിൽ ഫോളോ അപ്പ് ദ ചെക്ക് അറ്റ് ദാറ്റ് ഐഡൻറ്റിഫൈഡ് ആക്ഷൻസ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട്. സോ എങ്ങനെയായിരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ലബോറട്ടറി മാനേജറെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ആ കാര്യങ്ങൾ ഞങ്ങൾ ലാസ്റ്റായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സോ ഈ ഒരു ചെക്ക് ലിസ്റ്റ് വീണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പരിശോധിക്കുക. ഈ പറഞ്ഞ പാർട്ട് 4 പാർട്ടിൽ നിന്നുള്ള എല്ലാ പോയിൻറ്റ്സും കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് ടിക്ക് ചെയ്തതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഫയലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് പാസ്സാവുന്നതാണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ QHSE Knowledge World.